ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 250 ml ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈറ്റ് കളർ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കപ്പ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് മൈദ മാവ് എടുക്കണം. ഇപ്പോൾ ഇതാ 1 കപ്പ് ഫില്ല് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് മൈദമാവ്. ഇനി ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ കേക്ക് സോഫ്റ്റായി വരുള്ളൂ. 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗളും വിസ്കും ഒന്നും ഈർപ്പം പാടില്ല കേട്ടോ, ഡ്രൈ ആയിട്ടുള്ളത് എടുക്കണമേ. ഇവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര കൂടി കുറച്ച് ഇതിനകത്ത് ഇട്ട് വേണം ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ. ഈ ഒരു ടെക്സ്ചറിൽ വരണം കേട്ടോ. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടെ ഒഴിച്ച് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് കുറേശ്ശെ ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 7 ഡ്രോപ്സ് ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത്. ഇനി നന്നായി കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കേക്ക് റെഡിയാക്കുന്നത് ഒരു കുക്കറിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ കൂടി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബാറ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ 10 മിനിറ്റ് മുമ്പ് ഒരു പാൻ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിരുന്നു. ഈ പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്ക് നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇനി കേക്ക് റെഡിയാകുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും ഈ വിസ്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. വിപ്പിംഗ് ക്രീമിൽ മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇനി ഷുഗർ ഇല്ലാത്ത മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട്. അതറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബൗളൊന്ന് കമിഴ്ത്തി നോക്കുമ്പോൾ ഇതിനകത്തൊന്നും ക്രീം പുറത്തേക്ക് പോകാതിരുന്നാൽ അത് കറക്റ്റാണ്. മറ്റൊരു ബൗളിൽ 150 ഗ്രാം ക്രീം ചീസും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം.
ഈ ബീറ്റ് ചെയ്തെടുത്ത ക്രീം ചീസ് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. പതിയെ മിക്സ് ചെയ്യണം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 3 പീസ് ആക്കണം. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടാണ് ഒഴിക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റിനകത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഫ്രൂട്ട്സ് ക്രഷോ എന്താ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ലെയറിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഫുള്ളും നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് നേരം വെക്കാം. ഞാനൊരു 4 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഈ കേക്കിൻ്റെ ഒരു ചെറിയ ലെയർ നേരത്തെ കട്ട് ചെയ്തെടുത്തിരുന്നു. അത് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിനകത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്നതാണ്.